കണിച്ചുകുളങ്ങര നോർത്ത് തിരുവിഴ റെസിഡൻസ് അസോസിയേഷൻ വാർഷികവും നേത്ര പരിശോധനാ ക്യാമ്പും നടന്നു. ഇന്നത്തെ നേത്ര ചികിത്സയുമായി ബന്ധപ്പെട്ട് നടത്തിയ ക്യാമ്പും ഇനി അതിനോടനുബന്ധിച്ച് നടത്താൻ പോകുന്ന തിമിര ശസ്ത്രക്രിയയൊക്കെ വളരെ ശ്ലാഘനീയമായ പ്രവൃത്തി തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ കുറുവാ സംഘത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ പല കാര്യങ്ങളും ആലോചിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത ദിവസം നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഡോറിൽ വന്ന് തട്ടിയിട്ട് പോകുന്നു എന്നും പറഞ്ഞ് ആൾക്കാർ, അത് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ആൾക്കാർ വളരെ ഭയത്തോടാണ് കാണുന്നത്. എല്ലാവരുടെ കയ്യിലും ഒരു 3 മീറ്റർ അല്ലെങ്കിൽ 2-2.5 മീറ്ററിൻ്റെ പൈപ്പുണ്ട് എല്ലാവരുടെ കയ്യിലും. 10 ആയിട്ടുള്ളൂ. അപ്പോൾ ആർക്കും ഒരു ഇതാരാണ്, ഇവർ സായുധധാരികളാണോ, ഇവരെ എങ്ങനെ കൈകാര്യം ചെയ്യും, എന്ത് ചെയ്യണം എന്നുള്ള യാതൊരുവിധ ഐഡിയയും ഇല്ല. അഥവാ ഇനി സംശയത്തിൻ്റെ പേരിൽ ആരെങ്കിലും കിട്ടിയാൽ എല്ലാവരും കൂടി ഇപ്പോൾ പൈപ്പെടുത്താൻ എൻ്റെ തലമുണ്ടക്കിട്ട് അടിച്ചാൽ അപ്പോഴേ കൊലക്കേസിലെ പ്രതിയുമാകും. ഞാൻ പറഞ്ഞു നമുക്ക് പിടിച്ചു വയ്ക്കാം അല്ലേ, ഒരു നോൺ ബൈലബിൾ ഒഫൻസ് ചെയ്ത ആളാണെങ്കിൽ നമുക്ക് ജനങ്ങൾക്കും മാക്സിമം 6 മണിക്കൂർ വരെയൊക്കെ പിടിച്ചു വയ്ക്കാം. അല്ലെങ്കിൽ 6 മണിക്കൂർ എന്ന് വെച്ചാൽ ഇവിടുന്ന് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷൻ നടന്നു പോകാൻ അരമണിക്കൂർ മതി എന്നും പറഞ്ഞ് 6 മണിക്കൂർ ഇവിടെ പിടിച്ചു വയ്ക്കാനുള്ള അധികാരമില്ല. ആ പിടിച്ചു വയ്ക്കുന്ന ആളെ എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷൻ ഇവരെ അറിയിച്ച് കൈമാറുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങൾക്കും പ്രൈവറ്റ് ഡിഫൻസ് ഉണ്ട്. പ്രൈവറ്റ് ഡിഫൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്രമിക്കാൻ വരുന്ന ഒരാളെ നമ്മുടെ ജീവൻ അപകടപ്പെടുമെന്ന് തോന്നിയാൽ അയാളുടെ മരണം വരെ ആകാവുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. ഇപ്പോൾ രാത്രി നിങ്ങളുടെ വീട് ബാക്ക് ഡോർ കുത്തിപ്പൊളിച്ചുകൊണ്ട് അകത്തോട്ട് കയറി നിങ്ങൾ ആക്രമിക്കാൻ വരുന്ന ഒരാളെ നിങ്ങളിത് ഈ പൈപ്പ് കൊണ്ടുവരണം, ഞാൻ എൻ്റെ ജീവൻ സ്വയം രക്ഷാർത്ഥം ചെയ്തതാണ്. ആദ്യം നിങ്ങളെ അറസ്റ്റ് ചെയ്യും, ആൾ മരണപ്പെട്ടെങ്കിലും. പക്ഷേ കോടതിയിൽ നിന്നും നിങ്ങളെ പ്രൈവറ്റ് ഡിഫൻസ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്നുള്ള ശിക്ഷയിൽ നിന്നുള്ള. കണിച്ചുകുളങ്ങര നോർത്ത് തിരുവിഴ റെസിഡൻസ് അസോസിയേഷൻ വാർഷികവും നേത്രപരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പും സംഘടിപ്പിച്ചു. മലയകുളം സർക്കിൾ ഇൻസ്പെക്ടർ AV ബിജു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. റെസിഡൻസ് അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി സൗമ്യരാജ് മുഖ്യപ്രഭാഷണം നടത്തി. നൈറ്റ് സ്ക്വാഡ് ഉദ്ഘാടനവും ആദരവും അർത്തുങ്കൽ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ PG മധു നിർവഹിച്ചു. മലയകുളം പോലീസ് സ്റ്റേഷനിലെ BPO PB ജഗദീഷിനെ ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്ത് അംഗം N ശൈലജ, വരകാടി റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി N ജോഷി, കണിച്ചുകുളങ്ങര ഈസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി കൃഷ്ണകുമാർ S, PN ബേബി എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് ഹരികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സുജിത് മോൻ സ്വാഗതവും ഖജാൻജി G വിനോദ് നന്ദിയും പറഞ്ഞു. നമ്മുടെ വീടുകളുടെ ഒരു കൂട്ടായ്മ, അത് നമ്മൾ പ്രത്യക്ഷത്തിൽ നമ്മുടെ ഈ കൂട്ടായ്മയിൽ നിന്ന് വീട്ടുകാരുടെ കാര്യങ്ങൾ നമ്മളെ മേലെ അധികാരത്തിലേക്കാണെങ്കിൽ അവരെ പൊതുവായിട്ടുള്ള താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു കൂട്ടായ്മ രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളും, ഇപ്പോൾ നമുക്കൊരു അറിയാം, ഒരു വ്യക്തി ഒരു കാര്യം പറയുന്നില്ല, ഒരു ഗ്രൂപ്പായിട്ട് അതിൻ്റെ ഒരാൾ പറയുന്നതാണ് അതിൽ ഏറ്റവും വിലക്കെടുക്കുന്നതും. ഏതും മേലധികാരികളാണെങ്കിലും ഇപ്പോൾ നമുക്കറിയാം റെസിഡൻസ് അസോസിയേഷനുകളാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായാലും എന്തായാലും ഏറ്റവും കൂടുതൽ പരിഗണനയ്ക്ക് എടുക്കുന്നത് റെസിഡൻസ് അസോസിയേഷനുകളെയും അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നമുക്ക് പല ഗ്രൂപ്പുകളുണ്ട്, അറിയാമല്ല, മറ്റേ എന്തുവാ തന്നെ അയൽക്കൂട്ടം, മറ്റേ സംരക്ഷണം, അങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. അതിൽ നിന്ന് അത് വ്യത്യസ്തമായി ഈ റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറയുന്നത് നമുക്കിവിടെ രാഷ്ട്രീയമില്ല, അത് വീട്ടുകാർ മാത്രമാണ്. ഇതുപോലെ മീറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ വിളിച്ചു കൂട്ടി ആ നാടിൻ്റെ, ആ കൂട്ടായ്മ ഉൾപ്പെടുന്ന ആ നാടിൻ്റെ പൊതുവായ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം വില കൽപ്പിച്ച് അവരുടെ ബുദ്ധിമുട്ടുകളും മറ്റ് കാര്യങ്ങളിലും എവിടെയാണോ നമ്മളെ ഇത് എത്തിക്കേണ്ടത് അവിടെ അവരെ അറിയിക്കുന്നതിനും അതിനു വേണ്ടിയിട്ടുള്ള തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനും മുഖ്യ പങ്കുവഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് റെസിഡൻസ്. വളരെ നല്ല ഒരു മീറ്റിംഗ് തന്നെയാണ് നടന്നത്. ഏറ്റവും ആനുകാലികമായ ഒരു സംഭവത്തെ നിങ്ങളെടുത്ത് അതിനു വേണ്ട ഒരു സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തുകയാണ്. അതാണ് ഒരു റെസിഡൻസ് അസോസിയേഷൻ ചെയ്യേണ്ടത്. എന്താണോ നമ്മൾക്ക് ഇന്നിൻ്റെ ആവശ്യം എന്താണോ അത് കണ്ടറിഞ്ഞ് അതിന് പരിഹാരം കാണുക. അതാണ് ഇവിടെ നടന്നത്. നമുക്ക് ഇന്നിപ്പം നമ്മളെ എല്ലാം പ്രതിസന്ധിയിലാക്കിയിരിക്കുന്ന ഒരു സംഘമാണ് ഈ കുറുവാ സംഘം എന്ന് പറയുന്നത്. അപ്പം അതിന് നമ്മൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമ്മളുടെ അസോസിയേഷനെ എന്ത് ചെയ്യാൻ
സാധിക്കും. ഒരു റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ അതിലെ അംഗങ്ങൾക്ക് വേണ്ട സെക്യൂരിറ്റി ഉറപ്പാക്കാൻ വേണ്ട എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിക്കുമോ അത് അവർക്ക് ചെയ്യുന്നു. അപ്പോൾ അതിനു വേണ്ടി തന്നെ ആരെയാണ് വിളിച്ചത്? ഇവിടെ വിളിച്ചിരിക്കുന്നത് പോലീസുകാരെ തന്നെ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ അവരാകുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്ക് നമുക്ക് വേണ്ട സപ്പോർട്ട് നമുക്ക് ലഭിക്കും. അപ്പം അങ്ങനെ വളരെ നല്ല ബുദ്ധിപൂർവമായിട്ട് തന്നെയാണ് നിങ്ങളുടെ നീക്കം എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന കാര്യമാണ്.